ഹേ ഗൈസ്, ഇറ്റ്സ് മീ നിവേദിത. നമ്മളിന്ന് പോകുന്നത് പെരളശ്ശേരി അമ്പലത്തിലാണ്. സാധാരണ അച്ഛൻ വന്നാൽ എപ്പോഴും പോകുന്ന ഒരു അമ്പലമാണ് പെരളശ്ശേരി. അങ്ങനെ അവിടുത്തെ കുളത്തിലൊക്കെ ഇറങ്ങി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് പ്രസാദവും കഴിച്ച് ഒരു 5-6 മിനിറ്റ് അവിടെ ഇരുന്നു. പിന്നീട് അവിടുന്ന് ഒരു 3 മയിൽപ്പീലി വാങ്ങിച്ചതുകൊണ്ട് നേരെ അച്ഛൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് അടുത്ത കസിൻ്റെ വീട്ടിലേക്ക് കാടും മലയും വയലും ഒക്കെ താണ്ടിയായിരുന്നു യാത്ര. പിന്നീട് അവിടുന്ന് നേരെ ടൗണിലേക്കായിരുന്നു, ഇവിടെ കണ്ണൂർ ടൗണേ. അങ്ങനെ ഹോട്ടൽ കാർത്തികേയനടുത്ത് കാറ് വെച്ചതിന് ശേഷം നമ്മൾ 4 ആളും ടൗണിലൂടെ നടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള യാതൊരു ഐഡിയ എൻ്റെ അനിയത്തിക്കും എനിക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സിലായി ചെരിപ്പട നോക്കി ഇറങ്ങിയതാണെന്ന്. അങ്ങനെ അച്ഛനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അടുത്ത കടയിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി. പക്ഷെ നമുക്ക് ആളുണ്ടായതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ഹോട്ടൽ കാർത്തികയിലേക്കാണ്. ഈ നട്ടപ്പുരിഞ്ഞ വീടത്ത് വിശന്നൊരു വകയായിരുന്നു. ആ ടൈമിൽ എൻ്റെ അനിയത്തി പറഞ്ഞു സാദാ ചോറ് മതി. പക്ഷെ ഞങ്ങളാണെങ്കിലോ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. സംഭവം അച്ഛൻ പണ്ടേ റീൽസിൽ കണ്ടുവെച്ച സാധനമാണ്. അച്ഛൻ നാട്ടിലൊന്നും കഴിക്കാൻ കാത്തിക്കുകയായിരുന്നു. ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ട് വരാൻ തന്നെ 50-20 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു, കാരണം അത്രയ്ക്ക് തിരക്കും ഉണ്ടാടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് അച്ഛൻ്റെ 3 മാമന്മാരെ വീട്ടിലേക്കാണ്. അങ്ങനെ 3 മാമന്മാരെ വീട്ടിലും കയറി ഇറങ്ങിയതിന് ശേഷം നേരെ എൻ്റെ സ്വന്തം അമ്മേൻ്റെ നാട്ടിലേക്ക്. കേച്ചേരി പാലോട്ടാവിലെ ഉത്സവമാണ്, ലാസ്റ്റ് ഡേ ആണ്, ഏഴാം വിളക്കെന്ന് പറയും. ഈ ദിവസങ്ങളിലായിരിക്കും ഏറ്റവും സ്പെഷ്യൽ എൻ്റെ 2 ഏട്ടന്മാരാണ്. ഈ തവണ 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരാൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവുകയും ഒരാൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരികയും ചെയ്തു. ഈ തവണ മാമൻ്റെ മോളും അച്ഛൻ്റെ കസിൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ അവിടെ ഒരു 5-6 അമ്മേൻ്റെ കസിൻസ് ഉണ്ട്. സംഭവം അവർ അമ്മേൻ്റെ കസിൻസ് ആണെങ്കിലും എനിക്ക് എൻ്റെ കസിൻസിനെ പോലെയാണ്, കാരണം നമ്മൾ തമ്മിൽ ഒരു 3-4-5 വയസ്സിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഇല്ലു. പിന്നെ നമ്മളാണെങ്കിൽ നല്ല ഫുൾ വൈബാണ്. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ വൈകുന്നേരം മാമന്മാരെ വീട്ടിൽ നിന്ന് നേരെ വന്നത് കേച്ചേരി പാലോട്ടാവിലേക്കാണ്. കാരണം നമുക്ക് തേങ്ങയേറ് കാണണം. പക്ഷെ അവിടുത്തെ ആൾക്കൂട്ടം കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. എന്നെ ഈ കാണുന്ന വീഡിയോ അത് എൻ്റെ ഒരു മാമനെടുത്ത വീഡിയോ ആണ്. സ്റ്റാറ്റസ് ഇട്ടപ്പം ഞാനത് ചോദിച്ച് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എല്ലാവരും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നീട് 2ാമത് കേച്ചേരി പാലോട്ടാവിലേക്ക് വരുന്നത്. കാരണം വെടിക്കെട്ടാണ് നമുക്ക്. അങ്ങനെ വെടിക്കെട്ടെല്ലാം കണ്ട് നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും തിരിച്ച് നടന്നു. അടുത്തുമ്പോൾ എൻ്റെ ഏട്ടനും അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. സംഭവം ബിരിയാണി കഴിക്കാൻ വന്നതാണ്. അങ്ങനെ അവർ ബിരിയാണിയും കഴിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒരു രാത്രി 12:30-1 മണിയെല്ലാം ആകുമ്പോൾ നമ്മളവിടെ നിന്ന് മെല്ലനെ ഇറങ്ങി. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അതുമാത്രമല്ല വെടിക്കെട്ടിന് ശേഷമുള്ളതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. എന്നെ സംബന്ധിച്ച് മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് തന്നെ. അതും ഏപ്രിൽ 20-ായ ദിവസം എഡിറ്റ് ചെയ്യുന്നത് മെയ് 16-നാണ്. സാധാരണ ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതുപോലത്തെ 2-3 മിനിറ്റിൻ്റെ വ്ളോഗൊക്കെ ലാൻഡ്സ്കേപ്പ് മൂഡിലാണ് എടുക്കാറ്. പക്ഷേ എനിക്കിത് പോർട്രേറ്റ് മൂഡാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് 1 മിനിറ്റിന് മേലെ വീഡിയോ വരുന്നതെന്ന്. ഞാൻ അഥവാ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് 1 മിനിറ്റിന് താഴെയുള്ളൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് വ്ളോഗായിട്ട് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഞാൻ അടുത്ത വീഡിയോ മുതൽ കുറച്ചൊക്കെ ശ്രമിച്ച് തുടങ്ങാം നന്നാക്കാനായിട്ട്. സോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.